നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് ആരായിരുന്നു ഇറാൻ? ഇന്ത്യക്ക് ആരായിരുന്നു ആയത്തുള്ള അലി ഖമനി? കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യം, പാകിസ്ഥാനെതിരെ കൃത്യമായ നിലപാടെടുത്ത രാജ്യം. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്ക് സുരക്ഷാ മേഖലയിൽ, അതായത് ഊർജ മേഖലയിൽ ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഒരുപിടി മറ്റേത് രാജ്യത്തിനേക്കാളും ഒരുപിടി മുന്നിൽ നിന്ന രാജ്യം. പരമ്പരാഗത സുഹൃത്ത് തന്നെയാണ് ഇറാൻ എന്ന പഴയ പേർഷ്യ. റഷ്യ പോലും ചിലപ്പോഴൊക്കെ എണ്ണയ്ക്ക് വേണ്ടി ചാർജ് ചെയ്യുന്ന വിലയുണ്ട്. അതിനേക്കാൾ തുക കുറച്ച് ഇറാൻ ഇന്ത്യക്ക് എണ്ണ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തുള്ളുന്ന പലരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നരേന്ദ്രമോദി ചെന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഇസ്രയേൽ എന്തോ അങ്ങ് ചുരത്തി തന്നു എന്ന് വിചാരിച്ചു കളയരുത്. ഇസ്രയേൽ ഒരവസരവും ഇന്ത്യക്കായിട്ട് ഒരുക്കി തന്നിട്ടില്ല. പകരം ഇസ്രയേലിനെ ഇന്ത്യ പലതവണ സഹായിച്ചിട്ടുണ്ട്. അത് പലരും, സംഘപരിവാറിൻ്റെ ആളുകൾ അതിനെ മതവിദ്വേഷത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫലസ്തീനിൽ പ്രശ്നങ്ങൾ ആളിക്കത്തുമ്പോൾ ജൂതമതസ്ഥരായവരെ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന സംഘപരിവാറുകാർ യഥാർത്ഥത്തിൽ വംശഹത്യ അനുകൂലിക്കുകയാണ്. അവർക്കിഷ്ടം വംശഹത്യ തുടർന്ന് നടക്കട്ടെ, ഇസ്രയേലിൻ്റെ നരാധമ രീതികളെ അംഗീകരിക്കുകയാണ്. എന്താണ്? മതവിദ്വേഷം തലയ്ക്ക് പിടിച്ചവരാണ്. പേർഷ്യ എന്ന ഇറാനിൽ പണ്ട് തൊഴിലവസരങ്ങൾ തേടിപ്പോയ പലരുമുണ്ട്. ഇന്നീ കാണുന്ന ഗൾഫ് നാടുകളിലേക്ക് പോകുന്നതിൻ്റെ തുടക്കകാലം അന്ന് ദുബായിലേക്കോ സൗദിയിലേക്കോ ഒന്നുമല്ല ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നത്, പേർഷ്യയിലേക്കാണ്. പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഉറവിടം, അതിൻ്റെ ഈറ്റില്ലമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് എങ്ങനെയാണ് ഇറാനെ തള്ളിപ്പറയാൻ കഴിയുക? ഈ ദുഃഖകരമായ നിമിഷത്തിലൂടെ ഇറാൻ കടന്നു പോകുമ്പോൾ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും മോശം പറയാതിരിക്കുക എന്ന സാമാന്യ ബോധം ഈ സംഘപരിവാറിലെ ആളുകൾക്കുണ്ടാകിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിശാചിക്കളായിട്ടുള്ള, പൈശാചികരായിട്ടുള്ള ഇസ്രയേലിൻ്റെ നരാധവന്മാരെ ഓരോന്നായി ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് ഇറാൻ്റെ ഇപ്പോഴത്തെ പുതിയ സ്ഥാനമേറ്റ പരമോന്നതകാരി. ഇറാൻ ഒന്നും അവധിക്ക് വയ്ക്കുന്ന രാഷ്ട്രമല്ല. കണക്കുകൾ ഓരോന്നായി പുസ്തകത്താളുകൾ തുറന്ന് തീർക്കുന്ന സാഹചര്യവും ചരിത്രവും തന്നെയാണ് ഇറാന് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനി നടക്കാൻ പോകുന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ആണവായുധത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇറാൻ ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് 80% കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണത്. ഇനി സമാനമായിട്ടുള്ള സാഹചര്യം എല്ലാം ഉണ്ടാകും. ഇസ്ഫഹാനിലും ഫോർദോയിലുമൊക്കെ ന്യൂക്ലിയർ റിയാക്ടറുകൾക്ക് കാവൽ നിൽക്കുന്ന റഷ്യയ്ക്ക് പല സാഹചര്യങ്ങളും ഇനിയും വീണ്ടും ഒരുക്കാൻ കഴിയും. വളരെയധികം വെറികൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇറാനെ കൊണ്ടെടുപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങേറ്റം അടപടലം തേഞ്ഞു നിൽക്കുന്നു എന്ന് ഇറാനെക്കുറിച്ച് വിധി എഴുതുന്നവർ മനസ്സിലാക്കേണ്ടത്, തിരിച്ചുവരവിൻ്റെ കാലം അതിസൂക്ഷ്മമായിരിക്കും. അതിന് സാഹചര്യം ഒരുങ്ങുകയാണ്. ഗൾഫ് യുദ്ധമുണ്ടായ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. വളരെയധികം സാമ്പത്തിക ഞെരുക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക കൃത്യമായി ഉപരോധം ഏർപ്പെടുത്തുന്നത്, ഇന്ത്യക്കെതിരെ താരിഫ് വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ട്രംപുമായി ട്രൂ ഫ്രണ്ട് എന്നും പറഞ്ഞ് നരേന്ദ്രമോദി തള്ളിമറിക്കുന്ന ഈ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ത്യക്കെതിരെ എത്രമാത്രം ഉപരോധങ്ങളാണ് അമേരിക്ക ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ സഹായിച്ചതിൻ്റെ 4/1 അമേരിക്ക സഹായിക്കാൻ നിന്നിട്ടുണ്ടോ? ഇല്ല. പാകിസ്ഥാന് വേണ്ടി എക്കാലത്തും ഇന്ത്യക്കെതിരെ പറഞ്ഞിട്ടുള്ള രാജ്യമാണ് അമേരിക്ക, അന്നും ഇന്നും അതെ. ഇറാൻ പക്ഷേ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ നെറുകേടിനെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി ഇരുന്ന് ഊറിച്ചിരിക്കുന്നത്. അസിം മുനീർ എന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ്.